എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതിപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. മിക്ക ആളുകൾക്കും പറ്റുന്ന അബദ്ധമായിരിക്കും പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് പാല് തിളച്ച് തൂവി പോകുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തൂവി പോകാതിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത്. കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതുപോലെ പാത്രത്തിൻ്റെ സൈഡിൽ അരികിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിരുന്നാൽ മതി. എന്നിട്ട് പാല് തിളച്ച് പോകുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ഈ വക്കിൻ്റെ അവിടെ തന്നെ വന്ന് നിൽക്കും, പുറത്തോട്ട് തൂവി പോകുന്നതല്ല കേട്ടോ. നെയ്യ് തേച്ച് കൊടുക്കുന്നതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഗ്യാസ് സ്റ്റൗവിലേക്കൊന്നും പാല് തിളച്ച് തൂവി പോകാതെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പാല് തിളച്ച് തൂവിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണിയാണ്, പിന്നെ ഗ്യാസ് സ്റ്റൗ എല്ലാം വൃത്തിയാക്കണം. രാവിലത്തെ തിരക്കിനൊക്കെ ഇടയിൽ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് കേട്ടോ ഇത്. അടുത്ത ടിപ്പിനായിട്ട് ഇതുപോലെ ഒരു തവി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ അളവ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കർപ്പൂരം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂണ് വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഒരു കർപ്പൂരത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കർപ്പൂരം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ തവി ഇറക്കി വെച്ച് ഒന്ന് എണ്ണ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം ഓണാക്കി വെച്ച് അതിൽ വേണമെങ്കിലും ചൂടാക്കി എടുക്കാം. ഒരുപാട് ചൂട് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വെള്ളത്തിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചൂടാകുമ്പോൾ തന്നെ എണ്ണയിലേക്ക് ആ കർപ്പൂരം നല്ലപോലെ അലിഞ്ഞ് ചേരുന്നതാണ്. അതായത് ഇപ്പോൾ നല്ലപോലെ തന്നെ കർപ്പൂരം എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റാം. അപ്പോൾ നമുക്ക് കയ്യിലൊക്കെ തേക്കുമ്പം പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടാകുമ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് ജലദോഷമോ കഫക്കെട്ടോ വന്നിരിക്കുന്ന സമയത്ത് തലവേദനയൊക്കെ നല്ലപോലെ ഉണ്ടായിരിക്കും അല്ലേ, നെറ്റിയുടെ സൈഡിലൊക്കെ. അപ്പോൾ ഇതൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകുന്നതാണ് കേട്ടോ. അതുപോലെ നെഞ്ചിലൊക്കെ കഫക്കെട്ടുണ്ടെങ്കിൽ അവിടെയും തേച്ച് കൊടുക്കാം. അതുപോലെ കൊതുകടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ കൊതുക് കടിച്ച പാടൊക്കെ ഉണ്ടെങ്കിൽ ആ ചൊറിച്ചിൽ മാറാനും ഇതൊന്ന് തേച്ച് കൊടുത്താൽ മതി. അതുപോലെ പല്ലുവേദനയുള്ള സമയത്ത് ഇതൊരു കോട്ടണിൽ മുക്കിയിട്ട് പല്ലിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും. അടുത്ത ടിപ്പ് ഇഞ്ചി കൊണ്ടുള്ളതാണ്. പലർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ 3 കഷ്ണം ഇഞ്ചി വൃത്തിയാക്കിയിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കാൻ പാടില്ല. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ അളവ് നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചിയൊക്കെ അളവ് കൂടുതലുണ്ട്, കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇഞ്ചി ഇനി ഈ നെയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ അടി പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതാണ്. ഇഞ്ചിയുടെ അളവ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ അളവും കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഒരുപാട് ഡാർക്ക് കളറായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ലൈറ്റ് ആയിട്ടുള്ള കളറാകുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാൻ വേണ്ടി ചാൻസ് ഉള്ളത് കൊണ്ട്. ഈ ഒരു പാകത്തിന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ. ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കരിപ്പട്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കറുപ്പ് കളറുള്ളത് അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് കളറുള്ള ശർക്കര ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഒരു 2-2.5 സ്പൂൺ അളവ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി അലിയിപ്പിച്ച് എടുക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ശർക്കര നല്ലപോലെ ചൂടായി വരുമ്പോൾ അത് മെൽറ്റായി കിട്ടുന്നതാണ്. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി നല്ലപോലെ ഇതൊന്ന് മെൽറ്റായിട്ട് നല്ലപോലെ പതയൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നെയ്യൊക്കെ ഇതിൽ നിന്ന് വിട്ട് കിട്ടണം. അതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പതിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെയ്യൊക്കെ ഇതിൽ നിന്ന് വിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാവുന്നതാണ്. ഒരുപാട് നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കട്ടിയായി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇതിപ്പം തണുത്ത് വരുമ്പോൾ ഇതിനൊരു ഡാർക്ക് കളറ് കിട്ടുന്നതുമാണ്. ഇതും യൂസ് ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന കഫക്കെട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജലദോഷവും കഫക്കെട്ടും ഉള്ള സമയത്ത്, തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് ഇത് ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് നല്ല ആശ്വാസം കിട്ടുന്നതായിരിക്കും. കുട്ടികൾക്കല്ല മുതിർന്നവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഒട്ടി പിടിക്കാതെ വേഗം നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്.
അപ്പോൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന നെയ്യ് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യേണ്ട, മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തപ്പോൾ നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഒരുപാട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കാൻ പറ്റില്ല. അപ്പം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഏകദേശം ചൂടുള്ളപ്പോൾ നമുക്കിത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ക്യാൻഡിയുടെ ഒക്കെ ഷേപ്പിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയെങ്കിൽ കുറച്ചും കൂടെ തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ പീസായിട്ട് എടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇതിന് അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളും കഴിച്ചോളും. അപ്പോൾ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് കൂടുതൽ മരുന്നൊന്നും കൊടുക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരു ഇതായിരുന്നു കേട്ടോ ഇത്. ജലദോഷമൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ആശ്വാസം തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരോഗ്യകരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.